സോ ഡിയർ നോട്ട് സ്റ്റുഡൻസ്, ഡിയർ ടീച്ചേഴ്സ്, നമ്മുടെ വെബിനാറിന്റെ ടൈറ്റിൽ തന്നെ ടീച്ചറെ എന്നുള്ളതാണ്. ഹൈസ്കൂൾ ടീച്ചർ ആവുക എന്ന് പറയുന്നത് ടീച്ചർ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ്. കുറെ ആൾക്കാർക്ക് കോളേജ് മാത്രം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേ സമയത്ത് സ്കൂളുകളിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ടീച്ചറെ, നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ വെബിനാർ ആണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക, അടുത്ത ഒരു 3/4 മണിക്കൂർ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയകളിലൂടെ എങ്ങനെയാണ് നിങ്ങൾ കേരള HSA എന്ന് പറയുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ നടത്തിയാലേ നിങ്ങൾക്ക് ഇത് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവോട് കൂടെ മാത്രമേ ഇന്നത്തെ സെഷനിലോട് കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത കുറച്ച് സമയം വളരെ വാല്യുബിൾ ആണ്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ അത് സ്ട്രോങ് ആക്കി തന്നെ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ, നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ടീച്ചറെ എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിയർ ടീച്ചേഴ്സ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാനൊരു ടീച്ചറാണ്, നിങ്ങളൊരു ഓരോരുത്തരും ടീച്ചർമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നുള്ള ഒരു ഗ്രേറ്റ് വിഷസ് ഫ്രം ദ ടീം ക്രിസ്റ്റൽ നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വെബിനാർ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഗായ്സ്. എൻ്റെ പേര് മുഹമ്മദ് സഫ്വാൻ. 6 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ഒരു അധ്യാപകനാണ്. ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണ് പഠിപ്പിക്കുന്നത്. UPSC സിവിൽ സർവീസിന് ഹിസ്റ്ററി ഓപ്ഷണൽ ട്രിവാൻഡ്രത്ത് പഠിപ്പിക്കുന്ന ആളാണ്. KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് കേരള ഹിസ്റ്ററിയുടെ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. കേരള PSC എക്സാംസിന് പഠിപ്പിക്കാറുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം എടുത്തു കൊടുക്കാറുണ്ട്. UGC നെറ്റ് എക്സാമിനേഷൻ ക്രിസ്റ്റലിൽ ഓൾറെഡി UGC നെറ്റ് എക്സാമിനേഷന്റെ ഒരു സ്ട്രോങ് ബാച്ച്, പല ബാച്ചുകളായിട്ട് ഓടുന്നുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. HSC ഹിസ്റ്ററി ക്രിസ്റ്റലിൽ ഉണ്ടായിരുന്നു, അതിൽ പിള്ളേരും ഈ സെഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പറ്റീവ് എക്സാംസിന് കഴിഞ്ഞ 6 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്. യാ ഗൈസ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ബാക്ക് ടു യു. സെയിം ടു യു കേട്ടോ. നിങ്ങളോടും സന്തോഷ വാർത്ത, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങളോടും ലൈവ് സെഷനിൽ ഇന്ന് ഞാൻ അതിന്റെ ഒരു വിശ്വാസം അറിയിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന റോള് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. കാരണം ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. നൗ ഷാൾ വി സ്റ്റാർട്ട്. ഇൻട്രൊഡക്ഷൻ ആയി, നമ്മൾ ടീച്ചർമാരാണെന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിറവേറ്റാനുള്ള പ്രവർത്തനങ്ങൾ കൂടെ നമുക്ക് വേണം, ഒരു പരിശ്രമങ്ങൾ കൂടെ നമുക്ക് വേണം. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഷാൾ വി സ്റ്റാർട്ട്? ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എനിക്ക് ഒരൊറ്റ കാര്യം തന്നാൽ മതി, ആക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്. അത് മാത്രം നൽകിയാൽ മതി. ബാക്കി ഇൻപുട്ടും ഇൻസൈറ്റും ഒക്കെ ഞാൻ നൽകി തരാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇന്നത്തെ ഒരു സെഷൻ ത്രൂ ഔട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വിത്ത് മൈ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, യാ, താങ്ക് യു. ഫൈൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫൈൻ. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങൾ ആദ്യം HSC എക്സാമിനേഷന്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കണം. ഒരു പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ട് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാരായിരിക്കാം. ആരാണെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിൽ പിക്ചർ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് ഈ HSC എക്സാമിനേഷന്റെ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് തരുന്നേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഇൻസൈറ്റ് ആണ് കൂടുതൽ ഇന്നത്തെ സെഷനിലൂടെ ഞാൻ നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ്, 100 മാർക്ക് ഉണ്ട്. അതിൽ പാർട്ട് A ഉണ്ട് 20 മാർക്കിന്. ഇത് എല്ലാവർക്കും ഉണ്ട്. HSC എക്സാമിനേഷൻ എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും, അത് സോഷ്യൽ സയൻസ് എന്നുള്ളതല്ല, അത് ഉറുദു ആകാം, അറബിക് ആകാം, മാത്തമാറ്റിക്സ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും 20 മാർക്കിന്റെ ജനറൽ പേപ്പർ ഉണ്ട്. സോഷ്യൽ സയൻസിൽ സബ്ജക്റ്റിന് പിന്നെ എന്തുണ്ട്, 80 മാർക്സ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 100 മാർക്സ് ആണ്. 1 മണിക്കൂറും 15 മിനിറ്റ്, 75 മിനിറ്റിന്റെ എക്സാമിനേഷൻ. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഡിഗ്രി, BEd, കേട്ടറ്റ് ഉള്ളവർക്കാണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഞാനിത് കൂടുതൽ പറയാത്തതിന്റെ ഉദ്ദേശം, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡിസ്കഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ വെബിനാർ റിഗാർഡിംഗ് ദി സിലബസ് ഡിസ്കഷൻ കൂടെ പോയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങളുടെ വെബിനാറിന്റെ ഗ്രൂപ്പിലും അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി ആയിട്ട് ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ കാണണമെന്ന്. കണ്ടവര് ഒന്ന് യെസ് പറയോ, കാണാത്തവർക്ക് നോയും പറയാം. മിണ്ടാതിരിക്കുന്നത് ഉത്തരമല്ല. 19 പേര് സെഷനിലുണ്ട്. അപ്പോൾ ഒരിക്കലും മിണ്ടാതിരിക്കുന്നത് ഉത്തരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടിട്ടുള്ളവർ യെസ് എന്നും കാണാത്തവർ നോ എന്നും പറഞ്ഞാൽ മതി. അതല്ലേ ഇന്ററാക്ഷൻ, അതല്ലേ റെസ്പോൺസ്.
യാ പ്ലീസ്, ഓൾ പ്ലീസ് ഡു ദാറ്റ്. നിങ്ങൾ ടീച്ചർമാരാണ്, നാളെ നിങ്ങൾ ക്ലാസ് റൂമിൽ പോയിട്ട് പിള്ളേരോട് ചോദിക്കുമ്പോൾ പിള്ളേർ മിണ്ടാതിരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വരും. എന്നതുപോലെ ആകരുത്. ജസ്റ്റ് ഗീവ് മീ റെസ്പോൺസ് നൗ. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എനിക്ക് റെസ്പോൺസ് നൽകൂ. നിങ്ങൾ 50 പേരുണ്ടായിട്ട് അതിന്റെ 50% ആൾക്കാർ മാത്രം റെസ്പോൺസ് നൽകുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ എല്ലാവരും നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കുറെ ആൾക്കാർ നോ പറയുന്നുണ്ട്, അതേസമയത്ത് യെസ് പറഞ്ഞ ആൾക്കാരുണ്ട്, മുഴുവൻ കാണാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നവരാണോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ചില സെഷൻസ് ആണ് യൂട്യൂബിലുള്ളത്. ആ കാര്യം ഒന്ന് തിരിച്ചറിയുക. നിങ്ങൾ ലേറ്റ് ആകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം. വൃത്തിക്ക് കൃത്യമായിട്ട് സമാധാനത്തിൽ പഠിച്ചോ. നോട്ടിഫിക്കേഷന് മുമ്പ് നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടിരുന്നോ, എന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടും എന്നുള്ളൊരു ബോധത്തോടു കൂടെ പഠനം ആരംഭിക്കുക. അതിന് എക്സാം പാറ്റേൺ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സിലബസ് ആണ്. സിലബസിന്റെ ബ്രീഫ് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 1 അവറിന്റെ ഡിസ്കഷൻ സിലബസിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് എന്റെ പ്രത്യേകത എന്താ? ഇവിടുന്ന് നിങ്ങൾക്ക് 20 മാർക്സ് ചോദിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിലും HSC എക്സാമിനേഷനിലുള്ള പാർട്ട് എ ആണ്, ജനറൽ പേപ്പർ ആണ് പാർട്ട് എ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? മൊഡ്യൂൾ 1 റിനേസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ട്. അത് ഇന്ത്യയാണോ കേരള ആണോ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പൊ PYQs എടുത്തിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതിൽ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇന്ത്യയും കേരളയും വരുന്നുണ്ട് എന്നുള്ളത്. GK പോർഷൻസ് വരുന്നുണ്ട്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട് വരുന്നുണ്ട്. ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് ആത്മാർത്ഥമായിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നുള്ളൊരു മെസ്സേജ് സാധാരണ ആൾക്കാർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടീച്ചറെ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് വ്യത്യസ്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? പറഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ സർ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് നമ്മളോട് പറയണം എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വരുത്തിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വൈ വി ആർ ഹാവിങ് ദിസ് ടീച്ചിങ് കൾച്ചർ എന്നുള്ളതിന്റെ ഒരു ബോധം കിട്ടും. അതെന്താന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അതായത് ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെയാണ് ആരായിരിക്കണം ഒരു ടീച്ചർ, എന്തായിരിക്കണം ഒരു ഗുഡ് ടീച്ചർ, ടീച്ചിങ് മെത്തഡോളജീസ് എന്തൊക്കെയാണ്, ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് മേഖലകൾ എന്തൊക്കെയാണ്. ഒരു പക്ഷേ നിങ്ങൾ സെറ്റ് എക്സാമിനേഷന് പഠിച്ചിട്ടുണ്ടാകും, ഒരു പക്ഷേ BEd പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൽ HSA പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലൂടെ എത്തുമ്പോൾ അതിനെ കൃത്യമായിട്ട് അതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. ഈ മൊഡ്യൂൾ 3 എത്ര മാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തോ. കാരണം ഇതിന് ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. ബാക്കി ഇത് രണ്ടും 10 പ്രതീക്ഷിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് വിൽ ബി വേരിങ്, ക്വസ്റ്റ്യൻസ് വേരി ചെയ്തേക്കാം. പക്ഷെ ഒരു 10 മാർക്കുള്ള ലെവലെങ്കിലും നിങ്ങൾ പഠിക്കണം. കാരണം ഇതിന്റെ അകത്ത് തന്നെ ഏകദേശം 8 യൂണിറ്റ് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പഠിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓരോ കാര്യങ്ങളും സിലബസ് വെച്ചിട്ട് കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയോ? വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ള തിരിച്ചറിവ് വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ സെഷനിൽ ഇവിടുന്ന് ക്രിസ്റ്റലിൽ നിങ്ങൾ പഠിച്ച് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് യെസ് ഇങ്ങനെയായിരിക്കണം ഞാൻ HSAക്ക് പഠിക്കേണ്ടതെന്നുള്ള വലിയ തിരിച്ചറിവാണ്. അതാണ് ഞാൻ ഇന്നത്തെ സെഷനോട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ടീച്ചേഴ്സ് ഡേയിൽ ടീച്ചർമാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ കാര്യം എന്താ? തിരിച്ചറിവുകളാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ പാർട്ട് എ നമുക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പാർട്ട് ബി എന്താണ്? സോഷ്യൽ സയൻസ് ആണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട്? ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റി ഉണ്ട്. ഈ 4 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ ടോട്ടലി 8 ഉണ്ട്. അത് തന്നെയാണ് മക്കളെ ഒരു കണക്കിന് GKയിൽ കയറി വരുന്നത്. അതുകൊണ്ട് സോഷ്യൽ സയൻസ് എടുക്കുന്ന പിള്ളേർക്ക്, സ്റ്റുഡൻസിന് ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അഡ്വാൻറ്റേജാ. ഈ റിനേസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതും നിങ്ങൾക്ക് അഡ്വാൻറ്റേജാ. അതായത് ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യും, ക്ലാസിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഞാൻ പറയാം, സോഷ്യൽ സയൻസ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ മൊഡ്യൂൾ 1ഉം 2ഉം അഡ്വാൻറ്റേജ് ആണ്. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് 10 മാർക്ക് വാങ്ങിക്കാൻ റിസ്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ കുറച്ചുകൂടെ ഫോക്കസ് നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ സിലബസ് ഡിസ്കഷനിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ സമയം കളയുന്നില്ല. കാരണം ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മറ്റു ചിലതാണ്, തിരിച്ചറിവുകളുടെ മറ്റു സെഷൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം ഒന്ന് തിരിച്ചറിയാം. ഫൈൻ. ദെൻ പാർട്ട് ബിയിൽ വരുമ്പോൾ ഹിസ്റ്ററിയുടെ 2 പോർഷൻസ് വരുന്നുണ്ട്. സിലബസ് ബ്രീഫായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ ഹിസ്റ്ററിയിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ പാർട്ട് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, സിലബസ് ഡിസ്കഷൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടുന്ന് കൂടുതൽ പറയില്ല. നിങ്ങൾ അത് ആഗ്രഹിക്കരുത്.
വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. കാണാത്തത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇക്കണോമിയുടെ പെർസ്പെക്റ്റീവ് എക്കണോമിക്സും ഉണ്ട്, ഇക്കണോമിയും ഉണ്ട്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ പാർട്ടാണ്. ഇക്കണോമി എന്ന് പറഞ്ഞാൽ കോണ്ടംപററി കറന്റ് ഇവന്റ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി ആൻഡ് സിസ്റ്റം ആണ് പറയുന്നത്. അങ്ങനെ എക്കണോമിയുടെ പാർട്ട് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്, ആസ് വെൽ ആസ് അതിൽ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടെ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, തിങ്കേഴ്സും, അങ്ങനെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇനി അതേസമയത്ത് ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്ന സമയത്ത് ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി 3 പാർട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഒരു 4 പാർട്ട് ഉണ്ട്, ഇതിൽ 2 പാർട്ട് വരുന്നുണ്ട്, ഇതിൽ 3 പാർട്ട് വരുന്നുണ്ട്. പാർട്ട് ഇത്രേ പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോ കാണില്ലേ കാണാത്തവർ ഇനി? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നിങ്ങൾ എഫേർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ ഓരോ ടോപ്പിക് എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോ യൂട്യൂബിലുള്ളത്. കാണാത്തവർ ഇനി കാണില്ലേ? പറയൂ. ചാറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, നിങ്ങൾ മിണ്ടാതിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. നേരത്തെ കാണാത്തവരൊക്കെ ഇനി കാണുക കേട്ടോ. വളരെ വൃത്തിക്ക് കാണുക, കാരണം നിങ്ങളുടെ പഠനം ആരംഭിക്കുക നിർബന്ധമായിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊരിക്കലും മിസ്സാക്കരുത്. ഫൈൻ. ഇന്നത്തെ സെഷനിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ടീച്ചറെ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ കിട്ടിയിട്ടാണ് നിങ്ങൾ വന്നത്. അതിൽ ഒന്ന് സിലബസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞാൻ ബ്രീഫായിട്ട് അത് പറഞ്ഞു, കാരണം ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ഉള്ളത് കൊണ്ട്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൽ നോട്ട് മേക്കിംഗ്, അതിന്റെ റിലവൻസ് എങ്ങനെ ചെയ്യണം, സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ക്രമീകരിക്കാം, ഫ്രീ ക്ലാസ്സസും നോട്ട്സും എങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഡിസ്കഷൻ ആരംഭിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, മലയാളത്തിൽ നോട്ട് മേക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലിസൺ ഗൈസ് വെരി കെയർഫുള്ളി. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെയുള്ള കുറച്ച് സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. മലയാളം നോട്ട് മേക്കിംഗ് നിങ്ങളുടെ HSAയിലെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HSAയിലെ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലാണ് ചോദിക്കുക. പാർട്ട് Bയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മലയാളത്തിലാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. PYQസും കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. PYQസിന്റെ ഡിസ്കഷൻ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ഐ ക്യാൻ ഷോ യു ദ ഫ്രീ നോട്ട്സ് ആൻഡ് ഫ്രീ ടിപ്സ് എന്ന് പറയുന്ന ഒരു സെഷനിൽ ഞാൻ അതവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മലയാളം നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലാണ്. അപ്പോൾ മലയാളം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ശതമാനം, ഞാൻ പരിപൂർണമെന്നല്ല പറയുന്നത്, നല്ലൊരു ശതമാനം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ഈസിലി വായിക്കാനും, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഒരു വാക്ക് ഉപയോഗിക്കും, കോംപ്രഹെൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും അതായിരിക്കും എളുപ്പം. അതായത് ഇംഗ്ലീഷ് ഈസ് ബെറ്റർ ആൻഡ് എളുപ്പം ദാൻ മലയാളം എന്നുള്ളതാണ്. ഇതാണ് നല്ലൊരു ശതമാനം ആസ്പിരൻസിനുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HSA പോലെയുള്ള എക്സാമിനേഷൻ, LP UP പോലുള്ള എക്സാമിനേഷൻ, ഇങ്ങനത്തെ എക്സാമിനേഷനുകളിലാണ് എന്ത് സംഭവിക്കുന്നത്, മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലാത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10th ലെവൽ PSCയുടെ എക്സാമിനേഷൻസ് ഒക്കെ, അതേസമയത്ത് ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ എടുത്ത് നോക്കാം, കൂടുതൽ ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഇംഗ്ലീഷാണ് പ്രിഫറൻസ് വരുന്നത്. ഓൾ ഇന്ത്യ എക്സാമിനേഷൻസ് ലൈക്ക് SSC നടത്തുന്നതാവട്ടെ, UPSC നടത്തുന്നതാവട്ടെ, അങ്ങനത്തെ ഡിഫറെന്റ് കോമ്പറ്റീവ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നതും, അല്ലെങ്കിൽ ഗ്രാജുവേഷന്റെ സമയത്ത് നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നതും, PGയുടെ സമയത്ത് നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ ഇംഗ്ലീഷിലുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മോർ കൺവീനിയന്റ് വിത്ത് ഇംഗ്ലീഷ് ആണ് ഫോർ മോസ്റ്റ് ഓഫ് ദ ആസ്പിരൻസ്, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേ സമയത്ത് ഇല്ല സർ എനിക്കിപ്പോഴും മലയാളമാണ് താല്പര്യമുള്ളെങ്കിൽ അതായത് നോയൊന്ന് കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ വേണ്ടി, എന്നാലേ എനിക്ക് അടുത്തൊരു സ്ലൈഡിലൂടെ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എനിക്ക് കൂടുതൽ യെസ് ആണ് വരുന്നത്. നോയുള്ളവർക്ക് ഡെഫിനറ്റ്ലി പറയണം കേട്ടോ, കാരണം മലയാളത്തെ അത്രമേൽ സ്നേഹിക്കുകയും അത്രമേൽ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവർക്കൊന്നും ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ഇത് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഫിയർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ക്രിസ്റ്റലിലെ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം യെസ് തന്നെയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ
ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അതായത് നമ്മളുടെ നിലവിലെ കപ്പാസിറ്റി എന്താണോ, നമ്മുടെ സാഹചര്യം എന്താണോ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാൻ വേണ്ടി പോവാണ്. ഗായ്സ്, ഇതൊന്ന് ആൻസർ ചെയ്തേ. നമ്പർ ചെയ്തണ്ട, ഇതിന്റെ ആൻസർ മാത്രം ABCD എന്നുള്ളതിന്റെ എന്താണോ ആൻസർ. സെഷൻ 50-ലേറെ പേര് ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇത് ആൻസർ ചെയ്യണം. നിങ്ങൾ HS എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണോ ആൻസർ ചെയ്യണം, അല്ലാത്തവർ ഇറങ്ങിപ്പോക്കോളൂ, ഒരു പ്രശ്നമില്ല. HS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും, അതിനു വേണ്ടി മാത്രം. ജസ്റ്റ് ട്രൈ യുവർ സെൽഫ് ഹൗ മച്ച് യു ആർ ഓക്കെ വിത്ത് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നറിയാൻ വേണ്ടിയാണ്. എഴുതണ്ട, ഞാൻ എഴുതിക്കോളാം അശ്വതി. നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. Okay, there are some people with option A, but majority are with option B. എയും ബി ആണ് വരുന്നത്. സോ നൗ ലെറ്റ് മീ റീഡ്. ഞാൻ കൂടുതൽ സമയം എടുത്ത് കളയുന്നില്ല. ഒരു സംസ്ഥാനത്തിന് സാർവഭൗമത്വം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഒരു സംസ്ഥാനം എന്ന് പറയാം ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ ഒരു വേർഡ് ഉണ്ട്, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് സംസ്ഥാനം എന്നുള്ളതാണ്. നമുക്ക് സ്റ്റേറ്റ് എന്നുള്ള സംസ്ഥാനം എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരു തെറ്റുമില്ല, 0 തെറ്റാണ് ഉള്ളത്, ഒരിക്കലും ഒരു തെറ്റല്ല. അതേ സമയത്ത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയം എന്താ, നമ്മൾ കോമൺ മലയാളീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസ്ഥാനം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംഗതിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ സാർവഭൗമത്വം എന്ന് പറയുന്നത്, അതായത് സാർവഭൗമത്വം പറഞ്ഞാൽ എന്താ, സോവറിനിറ്റി, പരമാധികാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദാറ്റ് ഈസ് പരമമായ ഭരണാധികാരം. ഇതാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഒരു രാജ്യത്തിന്റെ, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? കേരളത്തിന് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ സംസ്ഥാനത്തിന് അതിന്റെ വിഷയങ്ങളിൽ നടപടികൾ തീരുമാനം എടുക്കാൻ പറ്റണം. അതാണ് പരമാധികാരം എന്ന് പറയുന്ന, സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്, ക്രിസ്റ്റൽ ഓൾറെഡി HSS സോഷ്യൽ സയൻസിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ബേസിക് കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റ് അടിസ്ഥാനത്തിൽ അവർക്ക് യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങളുടെ സിലബസ് ഉള്ളതാണെന്ത്, സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു ടേം. ആ ടേമിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചോദ്യം ചോദിച്ചു കണ്ടില്ലേ? കുറെ ആൾക്കാർ ശരിയായി, കൺഗ്രാറ്റ്സ്, എന്നാൽ കുറെ ആൾക്കാർ ശരിയായിട്ടില്ല, അപ്പൊ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രം തിരിച്ചറിയും. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, പരാജയപ്പെടേണ്ട ചന്തു. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ അവിടേക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ വഴി യൂണിറ്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് 1ാമത്തെ ക്ലാസ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, കോൺസെപ്റ്റിൽ നിന്നും. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. വെയിറ്റിംഗ്. നിങ്ങൾ തെറ്റുന്നത് നോക്കണ്ട, പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. തെറ്റുന്നത് നോക്കണ്ട. തെറ്റും ശരിയാകും, ഡിപ്പെൻസ് ഓൺ അവർ പ്രിപ്പറേഷൻ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ പോകും, അല്ലേ? അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. വെരി ഗുഡ്, 20ഓളം ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിന് ആൻസർ ബി പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്. ബിയും സിയും ആണ് ഇപ്രാവശ്യം കളിക്കുന്നത്. ഡിയും ഉണ്ട് അല്ലേ? പലതും ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? കുറെ ആൾക്കാർ തെറ്റുന്നുണ്ട്, കുറെ ആൾക്കാർ ശരിയാകുന്നുണ്ടെന്നുള്ളതാണ്. പൗരസമൂഹം എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ് പഠിക്കേണ്ടത്. സിവിൽ സൊസൈറ്റി, ദാറ്റ് ഈസ് ബേസിക്കലി കോൺസെപ്റ്റ് പറയുന്നത് എ സൊസൈറ്റി ഓർ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് ബോഡി അല്ലാത്തതിനാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൽ അഡ്വക്കസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സിവിൽ സൊസൈറ്റിയുടെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്ന ഒന്നാണെന്ത്, അഡ്വക്കസി. അപ്പൊ എന്താണ് സിവിൽ സൊസൈറ്റി, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ള ക്ലാസ് റൂമിൽ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്തതാ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഇവർക്ക് കൊടുത്തുള്ള യൂണിറ്റ് ടെസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യനാ. എന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? വർഗീയതയാണോ? പോസിറ്റീവ് വേർഡ് അല്ലേ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? പൗരസമൂഹത്തിൽ വർഗീയത ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇത് ആരും എഴുതരുത് കേട്ടോ. സാമൂഹ്യ നീതി പ്രോത്സാഹനം, സാമ്പത്തിക പദ്ധതികൾ, ഇത് ആൾക്കാരൊക്കെ കുത്തിയാണ്. ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ ആണ്, സിവിൽ സൊസൈറ്റിയുടെ ഫംഗ്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതും വെട്ടാം. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർ എത്രമാത്രം പൗരസമൂഹത്തിൽ അഡ്വക്കസി ആണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്,
സാമൂഹ്യ നീതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലെ ഒരു ക്ലബ്ബ് അതൊരു സിവിൽ സൊസൈറ്റി ആണ്. അത് ചിലപ്പം ഒരു ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ഗവൺമെന്റിന്റെ ഒരു സൂപ്പർവിഷൻ വരാൻ വേണ്ടി. പക്ഷെ ഗവൺമെന്റിന്റെ ബോഡിയാണോ? അല്ല. അങ്ങനത്തെയാണ് സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കുക. അതിന്റെ അഡ്വക്കസി എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യ നീതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ്സിന് ശേഷമുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെ കൊണ്ട് ഇത് എത്രമാത്രം പറ്റുന്നുണ്ട് ഇല്ല എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഇതൊന്ന് ആൻസർ വേണ്ടി ശ്രമിച്ചേ. ഇവിടെ കണ്ടോ, ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ചോദ്യത്തില് ഒരു ഇംഗ്ലീഷ് വാക്കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. നോക്കട്ടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇത് കറണ്ട് അഫേഴ്സ് ആണ്, പക്ഷേ ഈ ചോദ്യത്തിന്റെ നേച്ചർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി പറഞ്ഞവരുണ്ട്, എ പറഞ്ഞവരുണ്ട്, ഡി പറഞ്ഞവരുണ്ട്, സി പറഞ്ഞവരുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ഉണ്ട് മക്കളെ, ടീച്ചർമാരെ. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. പക്ഷെ ഇവിടെ കണ്ടോ, സന്തോഷമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുമ്പോൾ അവർ അതിന്റെ ഇംഗ്ലീഷ് ടെർമിനോളജി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവേണൻസ് എന്ന രീതിയിൽ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. മധ്യപ്രദേശ് ആണ് ഉത്തരം വരുന്നത്. ആൻഡ് ദിസ് ഈസ് എ PYQ. HSL മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മലയാളം നോട്ട് മേക്കിങ്ങിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കത്തുന്നില്ല എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് കൂടെ നിങ്ങൾ എഴുതി പഠിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകണം. ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനോട് കാണിച്ചു തരാം. ഇതൊരു PYQ ആണ്, അടുത്തൊരു PYQ ആണത്. ചിലതിന് തന്നെ ഇംഗ്ലീഷ് ഉണ്ടാവുകയില്ല. കമോൺ കമോൺ. ആ, എ എ എ ബി 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 എ എ എ മ്യൂസിക് ഇറക്കേണ്ടി വരുമല്ലോ. ആ, ഡി എ ബി. ആ, നിങ്ങളുടെ പാണ്ഡിത്യം നിങ്ങൾ തന്നെ അളക്കണം ടീച്ചർമാരെ. തത്വജ്ഞാനിയായ രാജാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ഫിലോസഫർ കിങ് എന്നുള്ളതാണ്. ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചതാര്? സോക്രട്ടീസ് ഉണ്ട്, പ്ലാറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടൽ ഉണ്ട്, സെഫാലസ് ഉണ്ട്. ഉത്തരം വരുന്നത് പ്ലാറ്റോയാണ്. ഇതും ഒരു PYQ ആണ്. അപ്പൊ എത്ര പേര് ശരിയായി 4 എന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ശരിയായി എന്നുള്ളത്. ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു ആശയം, പ്ലാറ്റോയുടെ ആശയങ്ങൾ തന്നെ ബേസിക്കലി ആർ കോൾഡ് ആസ് ഐഡിയലിസം. അദ്ദേഹം പറഞ്ഞു ബുദ്ധിജീവികളായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന്, ഇന്റലക്ച്വൽസ് ആണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തത്വജ്ഞാനിയായ രാജാവ് എന്ന് പറയുന്ന ഫിലോസഫർ കിങ് ആശയം വരുന്നത്. അപ്പൊ പ്ലാറ്റോ പോലുള്ള ആൾക്കാർ നിങ്ങളുടെ സിലബസിലുള്ളതാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഫിലോസഫീസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കണ്ടോ, തത്വജ്ഞാനിയായ രാജാവ്, ഇതെന്താന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നിയവരുണ്ടോ? ഞാൻ പറഞ്ഞ അതാണ്, ആ മലയാളം വാക്ക് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നു? തത്വജ്ഞാനിയായ രാജാവ് ആരാ, എന്താ എന്ന് തോന്നിയവരുണ്ടോ? ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് അത് സിംപ്ലിഫൈഡ് നോട്ട് മേക്കിംഗ് ആവരുത്, കുറച്ചൊരു എഫേർട്ട് എടുക്കാനുണ്ട്. നിങ്ങൾ HSA പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകേണ്ട നോട്ട് മേക്കിങ്ങിലാണെങ്കിൽ ആ നോട്ട് മേക്കിങ്ങിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം അത് ചെയ്യണം, ശ്രദ്ധിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവർക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സിലബസിലുള്ളതാണ് ഇവിടെ കാണുന്നത്. മേജർ കോൺസെപ്റ്റ്സ്, ഞാൻ വേറെ കളർ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. മേജർ കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റേറ്റ് എന്ത്, സിവിൽ സൊസൈറ്റി എന്ത്, സോവറിനിറ്റി ഉണ്ട്. ഇത് സിലബസിന്റെ ഹെഡിങ് ആണ്. ആ സിലബസിന്റെ ഹെഡിങ് എടുത്തിട്ട് നമ്മൾ ക്രിസ്റ്റലിലെ HSAന്റെ നോട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റിന്റെ തിയറിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സും പറഞ്ഞു കൊടുക്കും. പവർ, ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടോ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവറിനിറ്റി.
പിന്നെ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്തൊക്കെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് അതിന്റെ മലയാളത്തിലെ നോട്ട്സ് കൂടെ അതിൽ അറ്റാച്ച് ചെയ്യും. അതായത് ഒരേ സമയത്ത് ക്രിസ്റ്റലിന്റെ നോട്ട്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും കിട്ടും, പ്ലസ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളവും കിട്ടും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താ? ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നവർ ആദ്യം ആ വാക്ക് പഠിക്കും. നമ്മൾ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള എന്താണ്, ടെറിട്ടറി, പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ടിട്ടാ. നമ്മൾക്ക് സോവറിറ്റി ഉള്ള വാക്ക് അറിയാം, പക്ഷെ സാർവഭൗമത്വം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ടെക്നിക്കലി അറിയില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് എന്താ അറിയാം, പരമാധികാരം എന്ന് പറയുന്ന ഒരു വാക്ക് അറിയാം. കണ്ടോ, സാർവഭൗമത്വം പരമാധികാരം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്നത് പരമാധികാരം എന്നുള്ള അതിന്റെ ടെക്നിക്കൽ വേർഡ് മലയാളത്തിൽ സാർവഭൗമത്താണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരേ സമയത്ത് ഇംഗ്ലീഷും അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള മലയാളത്തിന്റെ നോട്ട്സാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, സാർവഭൗമത്വം എന്ന് പറയുന്നത് സോവറിനിറ്റി ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മക്കളെ ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ, നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു ഇംഗ്ലീഷിൽ സിലബസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ആ സിലബസ് മനസ്സിലാക്കുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർ ടെർമിനോളജിയുടെ മലയാളം പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഇംഗ്ലീഷും മലയാളം നോട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. എങ്കിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇടുന്നതുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ നിങ്ങൾ HSST എക്സാമിനേഷൻ എഴുതിയ കുട്ടികളായിരിക്കാം പലരും. അതിനേക്കാൾ വലിയ കോമ്പറ്റീഷൻ HSAയിൽ കിടപ്പുണ്ട്. അതിനേക്കാൾ വേക്കൻസി ഉണ്ടാവും. കാരണം സ്കൂളുകളുടെ എണ്ണം കേരളത്തിൽ അത്രയും ഉണ്ട്, ഹൈസ്കൂളിന്റെ എണ്ണം. അപ്പൊ കിട്ടാവുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വളരെ സീരിയസ് ആയിട്ട് ആത്മാർത്ഥപരമായിട്ട് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥപരമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇംഗ്ലീഷിലുള്ള വാക്കും അതിന്റെ മലയാളം പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ആൾക്കാരും ഇംഗ്ലീഷുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. മലയാളത്തിന്റെ അതിന് ഒരു പരിധി വരെ നമുക്ക് കിട്ടും, പക്ഷെ ഒരുപാട് വാക്കുകൾ കിട്ടില്ല. അതിന് എക്സാമ്പിൾ ആണ് സാർവഭൗമത്വം എന്ന് പറയുന്നൊരു വാക്ക്. കുറെ ആൾക്കാർ തെറ്റിച്ചില്ലേ? പരമാധികാരം എന്ന് പറയുന്നത് അറിയുമായിരിക്കാം, പക്ഷെ ടെക്നിക്കൽ ടെർമിനോളജി അറിയണ്ടാവില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയോ? നോട്ട് മേക്കിംഗ് എങ്ങനെയാണ് മലയാളത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു പിടുത്തം കിട്ടിയോ? എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ആണ് വേണ്ടത്. അത് തരൂ. ഗിവ് മീ റെസ്പോൺസ്, ഐ ഗിവ് യു ഇൻഫോർമേഷൻ. പണ്ട് ഗിവ് മീ ബ്ലഡ് ഐ ഗിവ് യു ഫ്രീഡം എന്ന് പറഞ്ഞ പോലെ ഒരു ടീച്ചർക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും നല്ല വാക്കാണത്. ഗിവ് മീ വാട്ട് റിപ്ലൈ ഓർ ഗിവ് മീ വാട്ട് യുവർ ഐഡിയ, ഐ വിൽ ബി ഗിവിംഗ് മോർ ഇൻഫർമേഷൻ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തൊരു ഘട്ടത്തിലോട്ട് ഞാൻ നിങ്ങൾ കൊണ്ടുപോവാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ കേസ് എങ്ങാനും ആരെങ്കിലും വെയിറ്റിംഗ് റൂമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലോയിലാകുമ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആകും. കൈൻഡ്ലി എക്സ്ക്യൂസ് ദാറ്റ്. അത് ക്ലാസ്സിന്റെ ഭംഗിയോടുകൂടെ പോകുന്നതുകൊണ്ടാണ്, വിട്ടു പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും കുറെ നേരം വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. ഇനി ഫ്രീ ക്ലാസ്സസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ഓപ്പൺലി സെയിങ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം. എക്സാമിനേഷൻ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഒരു പക്ഷേ ഡിസംബർ സമയത്തേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ള എക്സാമിനേഷൻ നടന്നേക്കാം എന്നുള്ളതാണ് കൂടുതൽ കേട്ടുകേൾവിയായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ അതിലോട്ടല്ല പോകുന്നത്. എൻ്റെ കോൺസെപ്റ്റും എൻ്റെ ഐഡിയയും എൻ്റെ വിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ BP കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും മടിയാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയും. അങ്ങനത്തെ ആൾക്കാരും വിജയിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പറേഷൻ നടത്താം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്രിസ്റ്റലിന്റെ ഭാഗമായിട്ട് അങ്ങനെ സെൽഫായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർക്കും ക്രിസ്റ്റൽ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചില ഫ്രീ ഓപ്പൺ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ ഇന്ന് പങ്കെടുക്കുന്ന വെബിനാറും ഇങ്ങനത്തെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷനും. രണ്ടാമത്തത്, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലായിരിക്കണം. ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലുള്ള HSS സോഷ്യൽ സയൻസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ വീഡിയോ കണ്ടോ? കേരള HSA സോഷ്യൽ സയൻസ് SCRT ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ്. ഞാൻ തന്നെ എടുത്ത ക്ലാസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ക്ലാസ്സാണ്. കാരണം ഡെമോക്രസി റൈറ്റുകൾ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്, കുട്ടികൾക്ക്, 7ാം ക്ലാസ് ഒരു കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സുകളാണ് ഡെമോക്രസി ആൻഡ് റൈറ്റ്. 7ാം ക്ലാസ് SCRT വെച്ചിട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ ഒരിക്കലും പോകരുത്.
ഇത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ നിങ്ങൾ ആ ടോപ്പിക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഇത് ക്ലാസ് ആണ്, കോണ്ടന്റ് ആണ്. അതേ സമയത്ത് ചില അപ്ഡേറ്റുകൾ ഉണ്ട്, ലൈക്ക് ഏതൊക്കെ വിഷയങ്ങൾ HSS സോഷ്യൽ സയൻസ് ആർക്കെല്ലാം എഴുതാം, അത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കാണുകയേ വേണ്ട. അതേ സമയത്ത് PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. കേരള HSS സോഷ്യൽ സയൻസിന്റെ വേൾഡ് ഹിസ്റ്ററി PYQs നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ, നിങ്ങളത് കാണണം. സിലബസ് ഡിസ്കഷൻ ഇല്ലാതെ നിങ്ങളുടെ പഠനം ആരംഭിക്കാനേ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദ്യം ചോദിച്ചത്. അപ്പൊ അത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, എക്സാമിന്റെ ബ്രീഫ് ഉണ്ട് ഇവിടെ, പക്ഷെ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ഇതാണ്, അത് കാണാം. ഇന്ന് രാത്രി നിങ്ങൾക്ക് പാർട്ട് എയിലെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള PYQസിന്റെ ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും നല്ല PYQസിന്റെ കാര്യങ്ങൾ. PYQs റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ കുറവാണ്. കാരണം HSA എന്ന് പറയുന്നത് കേരള PSC നടത്തുന്ന നോർമൽ എക്സാമിനേഷൻ അല്ലല്ലോ, സ്പെഷ്യൽ എക്സാമിനേഷനാ. റിപ്പീറ്റേഷൻ കുറവാണ്, കാരണം കൂടുതൽ എക്സാമിനേഷൻസ് ആയിട്ട് നടത്തുന്നില്ല. പക്ഷേ ഏരിയാസും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് വെച്ചിട്ട് ഹൗ വിൽ ബി ദ നെക്സ്റ്റ് എക്സാമിനേഷൻ, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് നിങ്ങൾ PYQs ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിപ്പറേഷൻ എങ്ങനെ നടത്തുന്ന ആൾക്കാരാണെങ്കിലും PYQs ആർ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അടുത്ത ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫ്രീ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോണ്ടന്റ്സ് ആണ്. അതേസമയത്ത് നമുക്ക് ക്ലാസ് റൂമിൽ ആക്റ്റീവായി ഡിസ്കഷന്റെ മറ്റു എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് അതർ ടോപ്പിക്. അപ്പോൾ ഫ്രീ നോട്ട്സ് എടുക്കാൻ വേണ്ടി ഈ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിന്നത് നന്നാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലോട്ട് പോവാണ്, സ്റ്റഡി പ്ലാൻ ആൻഡ് അപ്രോച്ചസ്. ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. നമ്മൾ അടുത്തൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. ഇപ്പൊ തന്നെ കണ്ടോ, നമ്മൾ സെഷൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് വി ഹാഡ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അബൌട്ട് എവറിത്തിങ് ഇൻ എ സ്പീഡി മാനർ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് ഇല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ, താങ്ക് യു ഫൈൻ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത്, ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ കോച്ചിങ് എടുക്കുകയാണെങ്കിലും, ഇനി കോച്ചിങ് എടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ HSA ക്വാളിഫൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാ. അത് മുമ്പ് വരെയുള്ള എന്താണ്, നമ്മൾ എവിടെയൊക്കെ പ്രിപ്പറേഷന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്നത് ടോട്ടൽ അപ്രോച്ച് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ലേ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റില്ല. അത്രക്കും കർക്കശമായിട്ട് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം സമ്മറി ആയിരിക്കും. അപ്പോൾ വളരെ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. സംതിങ് വെരി വെരി സീരിയസ്. ആർ യു റെഡി? ഒരു 4-5 പോയിന്റ് എനിക്ക് പറയാനുള്ളൂ, പക്ഷെ അത് ഭയങ്കര പവർഫുൾ പോയിന്റാ. ഒരു സക്സസ് തീരുമാനിക്കുന്ന പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ഒരാൾ മാത്രം റെഡി, ബാക്കിയുള്ളവരുടെ എന്ത് പറ്റി? നിങ്ങളൊക്കെയാണോ ടീച്ചർമാരാകാൻ പോകുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ഇടക്കിടക്ക് നമ്മളോട് ചോദിക്കണം കേട്ടോ. നമ്മൾ അതിന് റൈറ്റ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇടക്കിടക്ക് ചോദിക്കണം. കാരണം നമ്മൾ ടീച്ചർമാരായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് പിള്ളേർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന ദേഷ്യത്തിന്റെ അളവ് ചെറുതും വലുതൊന്നുമല്ല. ഫൈൻ, ഓക്കെ, താങ്ക് യു. ഗോട്ട് മോർ റെസ്പോൺസസ്, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരിയായി ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും നല്ല അധ്യാപകൻ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് പറയേണ്ടി വരുന്നത്. വിഷമിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി കേട്ടോ. കാരണം വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഫൈൻ. ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ പറയാം. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും HSA ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കരുത് മക്കളെ. കാരണം വലിയ ഒരു കോമ്പറ്റീഷൻ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വാർത്തയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചു. എക്സാമിനേഷൻ അടുത്ത കൊല്ലം ജൂണിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നടന്നേക്കാം എന്നുള്ളത് കൊണ്ട് നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിച്ചവരുണ്ട്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് വളരെ കൃത്യമായെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടെ വേണം നിങ്ങൾ ഇനി കേൾക്കാൻ. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്, ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ
ഞാൻ പറഞ്ഞതിന്റെ സമ്മറി ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ് എന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾ ക്രിസ്റ്റൽ HSAക്ക് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ആ സിലബസ് വീഡിയോ വൃത്തിക്ക് കണ്ടോ? നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് 10% കംപ്ലീറ്റ് ആവുന്നത് എനിക്ക് മിനിമം പറയാൻ പറ്റും. 10 അല്ല, മോർ ദാൻ 30% കംപ്ലീറ്റ് ആവും. കാരണം എന്താ? ആദ്യം പരീക്ഷയ്ക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സിലബസ് ഡിസ്കഷൻ ഒരിക്കലും മാറ്റി വെക്കരുതേ. നിങ്ങൾക്കുള്ളതാണ് വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ വീഡിയോ നമ്മൾ റിലീസ് ചെയ്തത്, യൂട്യൂബിൽ ഇട്ടത്. അപ്പൊ കാണാത്തവരാണെങ്കിൽ കാണുക. നിങ്ങൾ ഒരു പക്ഷെ ക്രിസ്റ്റലിൽ എത്തിയത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ റൈറ്റ് പ്ലാറ്റ്ഫോമിലാണുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. അതിൽ പാർട്ട് എയിൽ ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. പാർട്ട് എയിൽ നിങ്ങൾക്ക് 3 മൊഡ്യൂളുണ്ട്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 8 മൊഡ്യൂളുണ്ട്. ടോട്ടലി നിങ്ങൾക്ക് 100 മാർക്സ് ഉണ്ട്. അതിൽ പാർട്ട് എയിൽ നിങ്ങൾക്ക് 20 മാർക്ക്, പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 80 മാർക്ക്. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അതിന്റെ അകത്ത് വരുന്ന കാമ്പുകൾ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ശ്രമമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് നിങ്ങൾ ആ സിലബസ് വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ ഓരോന്ന് എത്തുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, അത് കാണുക. നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണോ, അത് കാണുക, മിസ്സാക്കരുത്. ഐ റിപ്പീറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. കാരണം അതില്ലാതെ നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര ക്ലാസ്സിൽ ഇരുന്നിട്ടും കാര്യമില്ല. കാരണം സാറ് എന്തൊക്കെയോ എടുത്തു, സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് സാറ് പറഞ്ഞു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പറച്ചില്. പക്ഷെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ബോധം വേണ്ടേ? അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് ഇവിടെ മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നു. രണ്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നമുക്ക് വേണം. അതിൽ ഒന്നാമതാണ് പ്രാക്ടിക്കൽ ടൈം മാനേജ്മെന്റ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടുതരാണ്. അതിന് നിങ്ങളുടെ മനസ്സിൽ ഉത്തരമുണ്ടോ എന്നുള്ള മാത്രം നിങ്ങൾ ആലോചിക്കുക. അല്ലാണ്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി HSAക്ക് പ്രിപ്പറേഷൻ ആരംഭിച്ചവരാണെങ്കിൽ, ഒരു പക്ഷേ ക്രിസ്റ്റലിൽ ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തവരാകാം, അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പറേഷൻ ചെയ്തവരാകാം. അതായത് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാർ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്ക് കൊടുത്തത്, പ്രാക്ടിക്കൽ എന്നുള്ളത്. നമ്മൾ പറയും, സർ ഞാൻ ഡെയിലി ഒരു 4 മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു, എന്നാൽ ചെയ്യുന്നതോ അരമണിക്കൂറും 0.5. ഈ തീരുമാനവും ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് നമുക്കിതെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നുള്ളതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറയുന്നത്. 4 മണിക്കൂർ സർ ഞാൻ HSAക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു, എന്നിട്ട് ചെയ്തതോ അരമണിക്കൂർ സർ, ഇന്ന് അത്രേ പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചത്, പ്രാക്ടിക്കൽ. പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു 1.5 മണിക്കൂർ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അത് പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങളത് പഠിക്കണം. അല്ലാണ്ട് നിങ്ങൾ ആനനെ പോയിട്ട് ഉന്തി തള്ളി വീഴ്ത്തണ്ട. കാരണം ആനക്ക് നിങ്ങളെക്കാൾ ശക്തിയുണ്ട്. അതായത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യം നിങ്ങൾ പൊക്കണ്ട എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് 1.5 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അത് മതി. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? ഗിവ് മി എ റെസ്പോൺസ് ഗായ്സ്. എന്നാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. കണ്ട, ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ. ഇത് കുറച്ച് ടാസ്ക് ആണ്. ഇത് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് കത്തുന്ന ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾ എക്കണോമിക്സുകാരില്ലേ, നിങ്ങൾ ഹിസ്റ്ററിക്കാരില്ലേ, ജോഗ്രഫിക്കാരില്ലേ, സോഷ്യോളജിക്കാരില്ലേ, പലരില്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ അത്യാവശ്യം കഴിവും കോൺഫിഡൻസ് ഉണ്ടാവും. അറ്റ് ദി സെയിം ടൈം ബാക്കിയുള്ളത് നിങ്ങൾക്ക് പറ്റില്ല. ബാക്കിയുള്ള 6 പേപ്പർ 1 നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 2 ഡിവിഷനിലോട്ട് കൊണ്ടുവരാം. മൈ സ്ട്രോങ് ഏരിയ വേഴ്സസ് മൈ വീക്ക് ഏരിയ. ഈ തിരിച്ചറിവ് വേണം. ഇത് ക്രിസ്റ്റലിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട്, HSAയുടെ ക്ലാസ് തുടങ്ങിയിട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ക്ലാസ്സായി, പാർട്ട് എയുടെ ഒരു ക്ലാസ്സായി, ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സായി, ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ സ്റ്റുഡൻസുമായിട്ട് മെന്റർഷിപ്പ് വെക്കാറുണ്ട്. ഇപ്പോൾ റീസെന്റ് ഈ വീക്കിൽ നമ്മൾ മെന്റർഷിപ്പ് വെച്ചു. പിള്ളേരോട് പഠിക്കണം കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ കാണാത്തവർ കണ്ടു തീർക്കണം. കാരണം നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ റെഗുലർ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നേ ഈ 3 വീഡിയോസ് നമ്മൾ കണ്ടു തീർക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അവർക്ക് ഒരു 4 ലൈവ് സെഷൻസ് വരുന്നുണ്ട്. രാത്രിയിൽ 1 അവറിന്റെ മിനിമം ലൈവ് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതോട് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ യൂണിറ്റ് ടെസ്റ്റും അവർക്ക് പോകും. അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മനസ്സിലാവും എന്ത്, അവർക്ക് എത്രമാത്രം പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മൾ അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലാത്ത സബ്ജക്റ്റ്?
അതായത് ഹിസ്റ്ററി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ജോഗ്രഫി, കുഴപ്പമില്ല സാർ എന്ന് പറയുന്ന ക്ലീഷ ഡയലോഗിന്റെ പുറമെ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ മെന്റർഷിപ്പിൽ ഞാൻ ചോദിക്കും. അത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇത് ഇന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുക. അതായത് കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ. അത് സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അവിടെ നമ്മുടെ ഐഡിയ എന്താണ്? സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് തിരിച്ചറിയാനുള്ള ചില മെത്തേഡുകളും മെന്റർഷിപ്പ് ഇന്ററാക്ഷനും. PYQ അണ്ടർസ്റ്റാൻഡിങ്. ഇതില്ലാതെ ഗെയിം ഇല്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ ആ വീഡിയോസ് വരുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇന്ന് രാത്രി മൊഡ്യൂൾ 3 പേപ്പർ 1, അതായത് പാർട്ട് 1 മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ 9:00 നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മൂവിങ് ഫോർവേഡ്, മൂന്നാമത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗുഡ് നോട്ട് മേക്കിംഗ്. ഞാൻ പറഞ്ഞു മലയാളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നോട്ട് മേക്കിംഗ് ചെയ്യേണ്ട പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് പ്ലസ് മലയാളം ഒരുമിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ, സെപ്പറേറ്റ് അല്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് വൈസ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും പാരഗ്രാഫ് എഴുതരുത്. ഇത് കണ്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എന്തൊരു ബ്യൂട്ടിഫുൾ അത് കാണുമ്പോൾ. ഈ നോട്ട് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല, പക്ഷെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷൻ വെച്ച് കഴിഞ്ഞുള്ള മെച്ചം എന്താ അറിയോ? എക്സാമിനേഷൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ആ നോട്ടിനെ പൊന്നുപോലെ സൂക്ഷിക്കും. കാരണം എന്താ? ദിസ് ഈസ് മൈ കരിയർ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യാനും ശ്രമിക്കും. അപ്പൊ പോയിന്റ് വൈസ് മാത്രം എഴുതിട്ട് നോട്ട് ചെയ്യുക, ഒരിക്കലും പാരഗ്രാഫ് എഴുതരുത്. അതല്ല ഇവിടെ വേണ്ടത്. നിങ്ങൾ പഠിക്കാനും കോമ്പറ്റീറ്റീവ് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഒരു ബോധം ഉണ്ടാവുക. അതിന്റെ ചില സബ്ജക്റ്റ് നമുക്ക് മൈൻഡ് മാപ്പ് വരക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പൊളിറ്റിയുടെ ചില ഭാഗത്ത് നമുക്ക് മൈൻഡ് മാപ്പ് അപ്ലൈ ചെയ്യേണ്ടി പറ്റും. ജോഗ്രഫി നിങ്ങൾക്ക് ഡയഗ്രാം വരക്കാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ നോട്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നവർ കീപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് പ്രിന്റബിൾ ഫോർമാറ്റിലുള്ള നോട്ട്സ് ആയിരിക്കും. ആപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പോൾ തരുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 മാസം ക്ലാസ്സസ് കുറച്ച് ഏകദേശം ആയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലോട്ട്, നിങ്ങളുടെ വീട്ടിൽ അഡ്രസ്സിലോട്ട് അയച്ചു തരാൻ പറ്റുന്ന രൂപത്തിലോട്ട് നമ്മൾ തന്നെ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അതിന് നമ്മൾ സർവീസ് ചാർജ് വാങ്ങിക്കും. അതായത് പ്രിന്റിംഗ് കോസ്റ്റും ഡെലിവറി ചാർജും വാങ്ങിക്കും. കാരണം നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ അത് വരുമ്പോൾ കുറച്ച് എക്സ്പെൻസ് വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര വല്ല ഫീസൊന്നും വാങ്ങിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോൺടാക്ട് ചെയ്തു. എവിടുന്ന് അവർക്ക് എൻ്റെ നമ്പർ കിട്ടിയ എനിക്കറിയില്ല. അവർ HSAയുടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ഉണ്ട്, കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്ന ക്രിസ്റ്റലിൽ കൊടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു, ഓക്കെ എന്തൊക്കെ നിങ്ങൾ കൊടുക്കുന്നു ചോദിച്ചു. ഞങ്ങൾ കൊടുക്കുന്നത് ഫുൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, എക്സാംസ് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് ഫീസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫീസ് 16,500 പറഞ്ഞു. ഇനി സാറും സാറിന്റെ ഫ്രണ്ട്സും ബൾക്കായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 12,500 മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞിട്ട് വെച്ച ഒരാളാണ്. അപ്പോൾ ഒരുപാട് പേര് പല രീതിയിൽ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഐ കം ടു ക്രിസ്റ്റൽ പോളിസി ലേറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്റ്റലിന് എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ചിട്ടയായ രൂപത്തിലോട്ടുള്ള ഒരു ക്രിസ്റ്റൽ പോളിസി ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതാ. പിന്നീട് വന്നിട്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല സാർ അതിന് പൈസ വേണം എന്നുള്ളത്. പൈസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അത് പ്രിന്റബിൾ ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡും നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ കുറച്ച് കാര്യങ്ങൾ ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ചോ എന്ന് സംശയമുണ്ട്. കം ബാക്ക് എനി ഹൗ. അപ്പൊ നോട്ട് മേക്കിംഗ് സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോട്ട് മേക്കിംഗ് ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് നാലാമത്തെ പോയിന്റ് വരുന്നത്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിലബസ് ഓറിയന്റഡ്. സിലബസ് ഓറിയന്റഡ് നോട്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്കറിയോ ഈ നിങ്ങളുടെ HSAയുടെ ജോഗ്രഫിയുടെ സിലബസ് എന്ന് പറയുന്നത് UPSC സിവിൽ സർവീസിന്റെ സിലബസാണ്. പക്ഷെ നിങ്ങൾക്ക് അത് അത്ര ഇൻഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം HSAക്ക് അത്ര ആവശ്യമുള്ളൂ. ആ രീതിയിൽ ലെവല് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട് നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലിമിറ്റ് യുവർ റിസോഴ്സസ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ജിയോ മോർഫോളജി എന്ന് പറയുന്ന ഭൂമിയുടെ ചില ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ UPSC ലെവലിൽ ബുക്കുകൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, സിവിൽ സർവീസ് ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം തീരാൻ കുറച്ച് ടൈം എടുക്കും. 1 കൊല്ലം മതിയാവില്ല. പക്ഷെ HSAക്ക് അത്ര വേണ്ട, അതിനൊരു ലെവൽ മതി. സോ ലിമിറ്റ് യുവർ റിസോഴ്സസ് ടു വാട്ട് വി ആർ പ്രൊവൈഡിങ്. ക്രിസ്റ്റൽ തരുന്ന റിസോഴ്സസിൽ ലിമിറ്റ് ചെയ്യുക. അത് ലിമിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിസോഴ്സ് ക്രിസ്റ്റൽ തരുന്ന നോട്ട്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? നിങ്ങൾ ഇത് സർ ഞാൻ ക്രിസ്റ്റൽ നോട്ട് കൃത്യമായിട്ട് പഠിച്ചു, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? നിങ്ങൾ അതിനനുസരിച്ചുള്ള കുറച്ച് MCQs പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് പഠിക്കുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ കുറേ തെറ്റുകൾ വരുത്തും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും?
ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ഈ സ്ട്രോങ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ, ഡെഫിനറ്റ്ലി ഗൈസ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 പോയിന്റ് ചെയ്തിരിക്കുന്നത്. റിവിഷൻ ഈസ് ദ കീ ടു വിൻ. റിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം, പക്ഷെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറുള്ളൂ. ഇതെല്ലാം നൽകുന്ന ഒരു സിംഗിൾ കോഴ്സ് ആൻഡ് പ്ലാറ്റ്ഫോമാണ് ക്രിസ്റ്റലിന്റെ HSA കോഴ്സ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ HSA പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആളാണോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, സിലബസ് മനസ്സിലാക്കാതെ നിങ്ങളുടെ പഠനം ആരംഭിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽ ടൈം കൊണ്ടുവരിക, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേത്, നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. നമ്മൾ നോട്ട് തരുന്നുണ്ടെങ്കിൽ പോലും സമ്മറി നോട്ട്സ് എങ്കിലും നിങ്ങൾ എഴുതിയെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്നാലേ നിങ്ങളുടെ തലയിൽ അത് നിൽക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഒരു ഈസി റീഡിങ്ങിന് വേണ്ടി അത് നിൽക്കുകയുള്ളൂ. പിന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ലിമിറ്റേഷൻ. ക്രിസ്റ്റൽ തരുന്ന നോട്ട്സ് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അതിനനുസരിച്ചുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക. എന്നാൽ നിങ്ങൾ ഒരു 4 മാസം കൊണ്ട്, ഒരു 4 months കൊണ്ട് HSA നിങ്ങളുടെ കയ്യിലുണ്ടാകും. ദിസ് ഈസ് ഗ്യാരണ്ടീഡ്. നമ്മൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ നെറ്റ് എക്സാമിനേഷൻ കൂടെ അതിന്റെ പാരലി ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടക്കുന്നതുകൊണ്ട് ക്ലാസ്സസ് ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ പോയത്. അപ്പൊ അത് നമ്മൾ ആ ക്ലാസ് വീണ്ടും തിങ്കളാഴ്ച മുതൽ റീസ്റ്റാർട്ട് ചെയ്യാണ്. അതിലോട്ട് നമ്മൾ വീണ്ടും അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ HSAയുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 4999. ഞാൻ നേരത്തെ 16,500 കഥ പറഞ്ഞു. നമ്മൾ 4999 വാങ്ങിക്കുന്നുള്ളൂ. ഫുള്ള് നിങ്ങൾക്ക് വരുന്നത് എന്താണ്, എല്ലാ സിലബസും നിങ്ങൾക്ക് ജനറൽ പേപ്പർ വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. HSAയുടെ എവറിത്തിങ് ഈ ഒരു കോഴ്സിലുണ്ട്, എവറിത്തിങ്. ഇതിനുശേഷം നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒന്നും പർച്ചേസ് ചെയ്യേണ്ടി വരില്ല ക്രിസ്റ്റലിൽ നിന്ന്. ഞാൻ പറഞ്ഞ പോലെ നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റബിൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മൾ കണക്കെടുത്തിട്ട് സ്റ്റുഡൻസിന് മാത്രം കൊടുക്കും, ക്രിസ്റ്റലിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് മാത്രം കൊടുക്കും. പക്ഷെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ഓഫർ വെക്കുന്നുണ്ട്. 4250 രൂപ. നമ്മുടെ ഒറിജിനൽ പേയ്മെന്റ് വരുന്നത് ആക്ച്വലി 8000 ആയിരുന്നു. പക്ഷെ ക്രിസ്റ്റൽ എത്ര പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിലും അതിലൊരു ഓഫർ കൊടുക്കാറുണ്ട്. HST പഠിച്ച പിള്ളേർക്ക് അറിയാം. 12,500 ഉണ്ടായിരുന്ന ഫീസ് 8,500 ആയി, പിന്നീട് 6,000 ആയി, 5,500 ആയി. അത്ര വരെ നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു ഈ എക്സാമിനേഷൻ അടുത്തടുത്ത് വരുന്ന സമയത്തായിട്ട്. അപ്പൊ നിങ്ങൾ അതിന് നിൽക്കരുത്. പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണോ, ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 4250 ആക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറയാം, സെപ്റ്റംബർ 5, 6, 7 ദിവസങ്ങളിലാണ് ഈ ഓഫർ ഉള്ളത്. 8-ാം തീയതി മുതൽ ഇതിന്റെ പേയ്മെന്റ് 4999 ഉള്ളതും കൂടും. അത് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പൊ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗൈസ്, അടുത്ത ബാച്ച് മുതൽ പേയ്മെന്റ് കൂടും. അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും HSAയുടെ സോഷ്യൽ സയൻസ് ബാച്ചിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഒരു 30 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് അഡ്മിഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് ഒരു പക്ഷേ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കാനറിലോട്ടോ QR കോഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നമ്പറിലോട്ടോ 100 രൂപ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഓഫീസ് നമ്പറിൽ, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓഫീസ് നമ്പറിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ Zoom ലൈവ് സെഷൻ ഉണ്ടാവും. ഇൻ ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്താണ്, ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് സെഷൻസ് എല്ലാം അവൈലബിൾ ആകുകയും ചെയ്യും. അങ്ങനെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ്, PDF നോട്ട്സ് കിട്ടും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, PYQ ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ 4 മാസത്തെ ക്ലാസ്, 15 മാസത്തെ വാലിഡിറ്റി, 1 വർഷം 3 മാസവും, ഇത്രയും വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിന് ഈ 4250 രൂപ കൊടുക്കാൻ നിങ്ങൾ 4 ഇൻസ്റ്റാൾമെന്റ് വരെ ക്രിസ്റ്റൽ നൽകുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പേയ്മെന്റ്, നാളെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ഫീച്ചേഴ്സ്, അതായത് 100 രൂപ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അഡ്മിഷൻ സീറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 4 തവണയായിട്ട് ഇൻസ്റ്റാൾമെന്റിൽ 4 മാസമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റിൽ അടച്ചാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞുതരും. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ വയബിൾ ആണോ, നിങ്ങൾക്ക് ഒറ്റയടിക്ക് പേയ്മെന്റ് അടക്കാം, ദാറ്റ്സ് അപ് ടു യു. പക്ഷെ നമ്മൾ 4 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ട്. കാരണം ക്രിസ്റ്റൽ ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, പണം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ പഠിക്കാതിരിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്റ്റലിന്റെ കോഴ്സസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വി ഹാഡ് വൺ പോളിസി, നമുക്ക് ആ കോഴ്സിന്റെ എക്സ്പെൻഡിച്ചറും അത് മീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം റൺ ചെയ്യാൻ പറ്റത്തില്ല. ഫാക്കൽറ്റീസിന് അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടാവും, അതും കൊടുക്കാൻ പറ്റണം. ആപ്ലിക്കേഷൻ ചാർജസ് ഉണ്ടാവും, ക്ലാസ് പേയ്മെന്റ് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്റ്റാഫ് പേയ്മെന്റ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റ്, മാർജിൻ പ്രോഫിറ്റ് നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഫീസ് നമുക്ക് ഇത്ര വരുന്നത്. 16,500 രൂപ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം, ദാറ്റ്സ് അപ് ടു യു. ഇതിനേക്കാൾ കുറഞ്ഞു വരുന്ന
കോഴ്സ് ഫീ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദാറ്റ്സ് ഓൾസോ അപ് ടു യു. പക്ഷെ ക്രിസ്റ്റലിന് അതിൻ്റെതായിട്ടുള്ള ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വി ആർ ഹാവിംഗ് ദിസ് മച്ച് ഓഫ് എമൗണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും HSA ഉദ്ദേശിക്കുന്ന ആളാണോ, ഇന്ന് ചെയ്യേണ്ടത് 100 രൂപ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്, സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ 30 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ വെബിനാർ ഉണ്ട്, രജിസ്ട്രേഷൻ പങ്കെടുക്കണേ എന്ന് പറഞ്ഞിട്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വാങ്ങിക്കുക. 100 രൂപ രജിസ്ട്രേഷൻ അടച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. എന്നാൽ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് കോൾ വരും, എങ്ങനെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് 4 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. 4 മാസം കൊണ്ട് നിങ്ങളുടെ കോഴ്സസ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. കോഴ്സസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ടെസ്റ്റുകളും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടിൽ എക്സാമിനേഷൻ. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആ വീഡിയോസും നോട്ട്സ് ഒക്കെ 15 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഇതിനേക്കാൾ വലിയ സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. എനിക്ക് കൂടുതൽ പറഞ്ഞ് സമയം കളയാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. നമ്മൾ നമ്മുടെ പോളിസിയും പോയിന്റും കൃത്യമായിട്ട് പറയും. ദെൻ നെക്സ്റ്റ് സ്റ്റുഡൻറ്, അപ് ടു സ്റ്റുഡൻറ്. സ്റ്റുഡൻറ്റിന് HSA വേണം എന്നുള്ളത് സ്റ്റുഡൻറ് തീരുമാനിക്കുക. ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഓക്കെ, ഒരൊറ്റ ചോദ്യം. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ് തരുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സഹായിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. അതേ സമയത്ത് നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ അതും എന്നോട് പറഞ്ഞു. കാരണം എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഐ എം റെഡി ടു ഡു ദാറ്റ്. ഇന്ന് നമ്മുടെ ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, സർ മലയാളത്തിലും ഇംഗ്ലീഷിലെ നോട്ട്സ് വരുന്ന സമയത്ത് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഒന്ന് റെക്ടിഫൈ ചെയ്തു തരാൻ പറ്റിയെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിൽ ട്രൈ അവർ മാക്സിമം എന്നുള്ളതാണ്, ഫാക്കൽറ്റി ടീമായിട്ട് ഇൻഫോം ചെയ്തിട്ട്. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ളതാണ് നമ്മൾ മനുഷ്യന്മാർ ഓരോരുത്തരും എന്നുള്ള ഒരു ചിന്തയിലൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ വി ആർ റെഡി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അറിയിക്കുക എന്നുള്ളത്. ഫൈൻ, ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതിൽ എനിക്കും വലിയ സന്തോഷം. അപ്പോൾ റിമെമ്പർ ദാറ്റ്, നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 30 പേർക്കുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ആ 100 രൂപ രജിസ്ട്രേഷനും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാർ ഉടനടി തന്നെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എൻഷുർ ചെയ്യുക. നാളെ അവർ നിങ്ങളെ ആപ്ലിക്കേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പക്ഷേ അവസരം 30 പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓഫർ അവിടെ കിടപ്പുണ്ടാവും, പക്ഷേ നമുക്ക് 30 പേരുടെ ഒരു ടാർഗറ്റേ ഉള്ളൂ. നമുക്ക് 300 പേര് വരണമെന്നൊരു താല്പര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. HSAക്ക് നിങ്ങൾക്ക് പിന്നീട് വേറൊരു കോഴ്സ് അന്വേഷിക്കേണ്ടി വരത്തില്ല. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ക്ലിയർ ആണോ? ആണെങ്കിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. 9:30 നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു സെഷൻ പോകുന്നുണ്ടായിരുന്നു. 9:29 ഞാൻ കൂടുതൽ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. 9:30 നിങ്ങൾക്ക് ജെറിൻ സാറിന്റെ ഒരു പേപ്പർ 1ന്റെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗായ്സ്. താങ്ക് യു. പിന്നീട് കാണാം കേട്ടോ. താങ്ക് യു ഓൾ.